ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് മാക്സിമ ആൻഡ് മിനിമ. Consider the following situations. The profit from a group of orange trees is given by P of x equal to ax plus bx square, where a and b are constants and x the number of orange trees per acre. How many trees per acre will maximize the profit? അപ്പോൾ ഇവിടെ പറയുന്നത് ഓറഞ്ച് ട്രീസിൻ്റെ കണക്കിൻ്റെ കാര്യമാണ്. ഈ ഓറഞ്ച് ട്രീസിൽ നിന്ന് കിട്ടുന്ന ഓറഞ്ചസിൻ്റെ പ്രോഫിറ്റ് തരുന്ന ഫംഗ്ഷനാണ് പി ഓഫ് എക്സ്. അപ്പോൾ ഈ പ്രോഫിറ്റ് മാക്സിമം ആവണമെങ്കിൽ ഒരേക്കറിൽ ഏകദേശം എത്ര ട്രീസ് ഉണ്ടായാലാണ് മാക്സിമം പ്രോഫിറ്റ് കിട്ടുക. ഇത് ഡെയിലി ലൈഫിൽ സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വരുന്ന ഒരു സിറ്റുവേഷനാണ്. ഇനി വേറൊന്ന്, a helicopter of enemy is flying along the path given by f of x equal to x square plus 7. A soldier placed at a point 1, 2 wants to shoot the helicopter when it is nearest to him. What is the nearest distance? അപ്പോൾ ഇവിടെ രണ്ട് സിറ്റുവേഷൻസ് ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ രണ്ടിലും കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതായത് ഒന്നാമത്തേൽ പി ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ, രണ്ടാമത്തേൽ എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ. ഒന്നാമത്തേൽ പി ഓഫ് എക്സ് എപ്പോഴാണ് മാക്സിമം ആവുകയെന്ന് അറിയണം. അതുപോലെ രണ്ടാമത്തേൽ എഫ് ഓഫ് എക്സ് മിനിമം ആവുന്ന ഡിസ്റ്റൻസ്, അതായത് എഫ് ഓഫ് എക്സും ഈ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴാണ് മിനിമം ആവുക എന്നറിയണം. നിയറസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് എപ്പോഴാണ് മിനിമം ആവുക. So here we have to find the maximum or minimum values of the given functions. ഇതാണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ. ഇതിലേക്കാണ് നമ്മൾ പോകുന്നത്. Definition: Let f be a function defined on an interval I. F is said to have a maximum value in I if there exists a c in I such that f of c greater than or equal to f of x for all x belongs to I. അതായത് ഒരു ഫംഗ്ഷൻ എഫിന് ഐ എന്ന ഇൻ്റർവെല്ലിൽ മാക്സിമം വാല്യൂ ഉണ്ടെന്ന് പറയണമെങ്കിൽ ഐ എന്ന ഇൻ്റർവെല്ലിൽ സി എന്നൊരു പോയിന്റ് ഉണ്ടാവണം. സച്ച് ദാറ്റ് സി എന്ന പോയിന്റിലെ ഫംഗ്ഷൻ്റെ വാല്യൂ ആണ് ആ ഓപ്പൺ ഇൻ്റർവെല്ലിലെ ഫംഗ്ഷൻ്റെ വാല്യൂസിൽ ഏറ്റവും വലുത്. ദാറ്റ് ഈസ് എഫ് ഓഫ് സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഐ. ഇനി അതിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. സപ്പോസ് 2, 4 എന്ന ഓപ്പൺ ഇൻ്റർവെല് നമ്മൾ കൺസിഡർ ചെയ്യുന്നു ഇരിക്കുക. നമ്മുടെ ഐ 2, 4 ആണ്. ഈ 2, 4 എന്ന ഇൻ്റർവെല്ലിൽ എഫ് എന്ന ഫംഗ്ഷന് മാക്സിമം വാല്യൂ ഉണ്ടെന്ന് പറയണമെങ്കിൽ 2നും 4നും ഇടയ്ക്ക് ദർ ഷുഡ് ബി എ സി. എന്തായിരിക്കണം ആ സിയുടെ പ്രത്യേകത? എഫ് ഓഫ് സി ആണ് എഫ് ഓഫ് എക്സുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലുത്. ഐയിലെ എഫ് ഓഫ് എക്സുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലുത് എഫ് ഓഫ് സി ആണ്. അപ്പോൾ ഈ ഫിഗറിൽ യു ക്യാൻ ടേക്ക് സി ആസ് 3. എഫ് ഓഫ് 3യുടെ വാല്യൂ ആണ് 2, 4 എന്ന ഓപ്പൺ ഇൻ്റർവെല്ലിലെ ഫംഗ്ഷൻ്റെ വാല്യൂസിൽ ഏറ്റവും വലുത്, അതായത് 1 ആണ്. അപ്പോൾ ഇങ്ങനൊരു പോയിന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എഫ് ഓഫ് സിനെ പറയുന്ന പേരാണ് മാക്സിമം വാല്യൂ. എഫ് ഓഫ് സി ഈസ് കോൾഡ് ദ മാക്സിമം വാല്യൂ ആൻഡ് സി ഈസ് കോൾഡ്, സി എന്ന് പറയുന്നത് ഇവിടെ 3 ആണ്, ഈസ് കോൾഡ് എ പോയിന്റ് ഓഫ് മാക്സിമം വാല്യൂ ഓഫ് എഫ് ഇൻ ഐ. പോയിന്റ് ഓഫ് മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ കിട്ടുന്ന എക്സ് വാല്യൂ എന്താണോ അതിനെയാണ് പോയിന്റ് ഓഫ് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. സിമിലർലി എഫ് ഈസ് സെറ്റ് ടു ഹാവ് എ മിനിമം വാല്യൂ ഇൻ ഐ ഇഫ് ദർ എക്സിസ്റ്റ് എ സി ഇൻ ഐ സച്ച് ദാറ്റ് എഫ് ഓഫ് സി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഐ. നൗ കം ടു ദ സിറ്റുവേഷൻ. സപ്പോസ് നമ്മൾ ഓപ്പൺ ഇൻ്റർവെൽ 3, 5 കൺസിഡർ ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ഈ 3ക്കും 5നും ഇടയ്ക്ക് യു ക്യാൻ കൺസിഡർ ദ പോയിന്റ് 4. എന്താ 4ന്റെ പ്രത്യേകത? എഫ് ഓഫ് 4, അതായത് ഇവിടെ 2 ആണത്, എഫ് ഓഫ് 4 എന്ന വാല്യൂ ബാക്കിയുള്ള എഫ് ഓഫ് എക്സുകളെക്കാളും ഏറ്റവും ചെറുതാണ്. അപ്പം അങ്ങനെയുള്ള ആ ഒരു വാല്യൂവിനെയാണ് മിനിമം വാല്യൂ എന്ന് പറയുന്നത്. എഫ് ഓഫ് സി ഈസ് കോൾഡ് ദ മിനിമം വാല്യൂ ഓഫ് എഫ് ഇൻ ഐ ആൻഡ് സി ഈസ് കോൾഡ് എ പോയിന്റ് ഓഫ് മിനിമം, സോറി ഇത് സ്പെല്ലിംഗ് തെറ്റിയതാണ്, മിനിമം വാല്യൂ ഓഫ് എഫ് ഇൻ ഐ. ഇനി അടുത്തത്, എഫ് ഈസ് സെറ്റ് ടു ഹാവ് എൻ എക്സ്ട്രീം വാല്യൂ ഇൻ ഐ ഇഫ് ദർ എക്സിസ്റ്റ് സി ഇൻ ഐ സച്ച് ദാറ്റ് എഫ് ഓഫ് സി ഈസ് ഐദർ എ മാക്സിമം വാല്യൂ ഓർ എ മിനിമം വാല്യൂ ഓഫ് എഫ് ഇൻ ഐ.
f of c is called an extreme value of and c is an extreme point. അപ്പോൾ ഇവിടെ മാക്സിമം അല്ലെങ്കിൽ മിനിമം ആവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂസിനെ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് എക്സ്ട്രീം വാല്യൂ. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ സീനെ എക്സ്ട്രീം വാല്യൂ, സീനെ എക്സ്ട്രീം പോയിന്റ് എന്നും പറയാം. എഫ് ഓഫ് സീനെ എക്സ്ട്രീം വാല്യൂ എന്നും പറയും, സീനെ എക്സ്ട്രീം പോയിന്റ് എന്നും പറയും. ഇനി അടുത്ത ചില പ്രോബ്ലംസ് ആണ്. ഫൈൻഡ് ദ മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഇഫ് എനി ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വെർ എക്സ് ഈസ് എ റിയൽ നമ്പർ. നമുക്ക് ആ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് ആലോചിച്ചാൽ തന്നെ ഇതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ നോക്കുക, എഫ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ആർ. കാരണം എന്താ, സ്ക്വയർ ഉണ്ട്. അപ്പോൾ എക്സിന് എന്ത് വാല്യൂ വന്നാലും ഈ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 0യിൽ കൂടുതലായിരിക്കും. 0 വരാം. എപ്പോൾ when x equal to 0 the value becomes equal to 0. So we can write f of x greater than or equal to 0 for all x belongs to R. So the minimum value is equal to 0. f of xന് എടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ഇനി what is the minimum point? അതും 0 ആണ്. കാരണം എന്താ, എഫിന് എക്സിന് 0 വരുന്ന സമയത്താണ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 0 ആവുന്നത്. സോ മിനിമം പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0. സോ ദാറ്റ് വാല്യൂ ഈസ് 0. സോ മിനിമം പോയിന്റ് 0 ആണ്, മിനിമം വാല്യൂവും 0 ആണ്. ഇനി നമുക്ക് മാക്സിമം ഉണ്ടോ എന്ന് അറിയണം. അപ്പം നോക്കുക, ഗ്രാഫിലേക്ക് നോക്കുക. ഈ പറഞ്ഞ മിനിമം വാല്യൂ എന്നുള്ളതൊക്കെ ഗ്രാഫിൽ കാണാം. ഗ്രാഫ് ഇതാണ് ഗ്രാഫിൻ്റെ ഷേപ്പ്. ഈ ഗ്രാഫിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് ഇതാണ് അല്ലേ. സോ മിനിമം വാല്യൂ ഈസ് 0. ഇനി എപ്പോഴാണ് ഈ 0 എന്നുള്ള വാല്യൂ എടുക്കുന്നത്? എക്സിന് 0 വരുമ്പോഴാണ് y വാല്യൂ 0 ആവുന്നത്. ഓക്കെ, സോ മിനിമം വാല്യൂ 0 ആണ്, മിനിമം പോയിന്റും 0 ആണ്. ഇനി ഈ ഗ്രാഫിൽ നോക്കുക, വാട്ട് ഈസ് ദ മാക്സിമം വാല്യൂ. ഈ ഗ്രാഫിൻ്റെ ഈ രണ്ട് എൻഡുകൾ ഇങ്ങനെ നീണ്ടു പോവുക ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഹയസ്റ്റ് വാല്യൂ ഏതാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ഇങ്ങനെയാണ് പറയുക, എഫ് ഹാസ് നോ മാക്സിമം വാല്യൂ. മാക്സിമം വാല്യൂ ഇല്ലെങ്കിൽ പിന്നെ പോയിന്റ് ഓഫ് മാക്സിമം വാല്യൂവും അതിനുണ്ടാവില്ല. സോ എഫ് ഹാസ് നോ മാക്സിമം വാല്യൂ ആൻഡ് നോ പോയിന്റ് ഓഫ് മാക്സിമം വാല്യൂ ഇൻ ആർ. ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത് ആറിലായിരുന്നു. ഈ ആറിന് പകരം സപ്പോസ് ഈ ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇൻ്റർവൽ -2 1 കൺസിഡർ ചെയ്യുക. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. ഈ ഗ്രാഫിൻ്റെ ഫുൾ പോർഷൻ ഇല്ല, ഈ രണ്ട് ലൈൻസിൻ്റെ ഇടയ്ക്കുള്ള ഭാഗം എക്സ് -2 എക്സ് ഈക്വൽ ടു 1, ഈ ഇടയ്ക്കുള്ള ഇത്രയും ഭാഗമാണ് നമ്മുടെ ഗ്രാഫ്. ഓക്കെ, സോ വാട്ട് ഈസ് ദ മിനിമം വാല്യൂ? ഈ ഇത്രയും ഭാഗം കൺസിഡർ ചെയ്താൽ നിങ്ങൾക്ക് കാണാം മിനിമം വാല്യൂ 0 തന്നെയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ -2നും 1നും ഇടയ്ക്കും കർവിൻ്റെ മിനിമം പോയിന്റ് ഇത് തന്നെയാണ്. സോ ദാറ്റ് മിനിമം വാല്യൂ 0 ആണ്, മിനിമം പോയിന്റും 0 ആണ്. ഓക്കെ, ഇനി അടുത്തത് ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്താണ്? ക്ലോസ്ഡ് ഇൻ്റർവൽ -2 1 എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു -2 ഉണ്ട്, എക്സ് ഈക്വൽ ടു 1 ഉണ്ട് അല്ലേ. -2ന് താഴേക്കും പോകുന്നില്ല, 1ന് മേലേക്കും എക്സ് വാല്യൂ പോകുന്നില്ല. സോ -2ന് -2ൽ ഫംഗ്ഷൻ്റെ വാല്യൂ എത്രയാണ്? ഇറ്റ് ഈസ് ക്ലിയർ ഫ്രം ദ ഗ്രാഫ് ദാറ്റ് എഫ് ഓഫ് -2 ഈക്വൽ ടു 4 ആണ്. ഈ 4നേക്കാളും മേലെ ഈ ഇൻ്റർവെലിൻ്റെ ഉള്ളിൽ എഫ് വാല്യൂവിന് പോകാൻ സാധിക്കില്ല. അപ്പോൾ എന്ത് പറയാം? മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എഫ് ഓഫ് -2 ആണ്. ആൻഡ് വാട്ട് ഈസ് ദ വാല്യൂ? ദ വാല്യൂ ഈസ് ഈക്വൽ ടു 4. ആൻഡ് വാട്ട് ഈസ് ദ പോയിന്റ് ഓഫ് മാക്സിമം വാല്യൂ? ദ പോയിന്റ് ഓഫ് മാക്സിമം വാല്യൂ ഈസ് -2. അപ്പോൾ ഈ രണ്ട് പ്രോബ്ലംസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് കാണാൻ പറഞ്ഞാൽ എപ്പോഴും നമ്മൾ അതിൻ്റെ ഡൊമൈനിനെ ശ്രദ്ധിക്കണം. ഡൊമൈൻ ഇതുപോലെ ക്ലോസ്ഡ് ഇൻ്റർവൽ ആണെങ്കിൽ അവിടെ മാക്സിമം വാല്യൂ ഉണ്ടാവും, മിനിമം വാല്യൂ ഉണ്ടാവും. ഇവിടെ 6-ലായതുകൊണ്ടാണ് നമുക്ക് മിനിമം മാത്രമായി പോയത്. മാക്സിമം ഇല്ലാതിരുന്നത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത് 6-ലായതുകൊണ്ടാണ്. സോ ഓരോ ഫംഗ്ഷൻ്റെയും ഡൊമൈൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്തത്, ഫൈൻഡ് ദ മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഇഫ് എനി ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് വെർ എക്സ് ഈസ് ഇൻ ഓപ്പൺ ഇൻ്റർവൽ 0 1. നമ്മൾ കഴിഞ്ഞ കൊല്ലം ഇങ്ങനെയുള്ള ഗ്രാഫുകളൊക്കെ വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കതിൻ്റെ ഗ്രാഫ് ഒന്ന് നോക്കാം.
ഇതാണ് 0, 1 എൻ്റെ ഇടയ്ക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന ലൈൻ. 0 ഡൊമെയിനിലില്ല, 1 ഡൊമെയിനിലില്ല. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് പോയിന്റ്സിനെ ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. സോ ദിസ് ഇസ് ദ ഗ്രാഫ്. ഇനി ഈ ഗ്രാഫിൽ നിന്നും നമുക്ക് മാക്സിമം വാല്യൂ ഉണ്ടോ എന്ന് അറിയണം, അല്ലെങ്കിൽ മിനിമം വാല്യൂ ഉണ്ടോ എന്ന് അറിയണം. എവിടെയാണ് മിനിമം വരിക? മിനിമം വരാൻ സാധ്യതയുള്ള പോയിന്റ് ഈ 0ന്റെ അടുത്തുള്ള ഭാഗമാണ് അല്ലേ? 0ന്റെ റൈറ്റിൽ 0ന്റെ അടുത്ത് തൊട്ടടുത്താണ് ഫംഗ്ഷൻ അതിൻ്റെ മിനിമം വാല്യൂ എടുക്കുക. ബട്ട് വാട്ട് ഈസ് ദ കറസ്പോണ്ടിങ് എക്സ് വാല്യൂ? എക്സ് ഈക്വൽ ടു 0 അല്ല, ബിക്കോസ് 0 ഈസ് നോട്ട് ഇൻ ദ ഡൊമെയിൻ. അപ്പോൾ ഏത് എക്സ് വാല്യൂവിനാണ് ഈ ഫംഗ്ഷൻ്റെ വാല്യൂ മിനിമം ആവുക? നമുക്കറിയാം, നമ്മൾ ഏതൊരു വാല്യൂ ഇപ്പോൾ 0.001 പറഞ്ഞു എന്ന് വിചാരിക്കാം. 0നും 0.001 ഇടയ്ക്ക് പിന്നെയും റിയൽ നമ്പേഴ്സ് ഉണ്ട്, ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഒരിക്കലും 0ന്റെ തൊട്ടടുത്തുള്ള അങ്ങനെ ഒരു വാല്യൂ ഏതാണെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഫംഗ്ഷന്റെ മാക്സിമം വരാൻ സാധ്യതയുള്ളത് 1ലാണ്. 1ലല്ല, 1ന്റെ തൊട്ട് ലെഫ്റ്റിൽ, 1ന്റെ തൊട്ടടുത്ത് 1ന്റെ തൊട്ട് ലെഫ്റ്റിലാണ്. ബട്ട് അങ്ങനെയുള്ള എക്സ് വാല്യൂ ഏതാണെന്നും നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. അപ്പം അതുകൊണ്ട് എഫ് ഡസ് നോട്ട് ഹാവ് എ മിനിമം വാല്യൂ അറ്റ് എ പോയിന്റ് ക്ലോസ് ടു 0 ആൻഡ് ഓൺ ഇറ്റ്സ് റൈറ്റ്, ആൻഡ് ഡസ് നോട്ട് ഹാവ് എ മാക്സിമം വാല്യൂ അറ്റ് എ പോയിന്റ് ക്ലോസ് ടു 1 ആൻഡ് ടു ദ ലെഫ്റ്റ്. 0ന്റെ റൈറ്റിൽ ഒരു എക്സ് വാല്യൂ ഇല്ല, സച്ച് ദാറ്റ് ആ സ്ഥലത്ത് ഫംഗ്ഷന് മിനിമം വാല്യൂ എടുക്കും. അതുപോലെ 1ന്റെ തൊട്ട് ലെഫ്റ്റിൽ ഒരു എക്സ് വാല്യൂ ഇല്ല, സച്ച് ദാറ്റ് അവിടെയാണ് ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ എടുക്കുക എന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മാക്സിമം വാല്യൂ ഇല്ല, മിനിമം വാല്യൂ ഇല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്പൺ ഇൻ്റർവെൽ 0, 1 ആയതുകൊണ്ടാണ് നമുക്ക് മാക്സിമം വാല്യൂ മിനിമം വാല്യൂ കൃത്യമായിട്ട് പറയാൻ പറ്റാതിരുന്നത്. നേരെ മറിച്ച് ഇവിടെ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0, 1 ആയിരുന്നുണ്ടെങ്കിലോ, അങ്ങനെയാണെങ്കിൽ 0ൽ അതിന് മിനിമം വാല്യൂ ഉണ്ട്, 1ൽ അതിന് മാക്സിമം വാല്യൂ ഉണ്ടാവും. ഓപ്പൺ ഇൻ്റർവെൽ ആയതുകൊണ്ടാണ് ഇവിടെ ഈ പറഞ്ഞ രണ്ട് വാല്യൂസും എക്സിസ്റ്റ് ചെയ്യാതിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചില കാര്യങ്ങൾ പരിചയപ്പെടാം. ആദ്യത്തേത് മൊണോട്ടോണിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എ ഫംഗ്ഷൻ വിച്ച് ഈസ് ഐദർ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്. രണ്ടും കൂടെ വരാൻ പാടില്ല, ഒന്നുകിൽ ഇൻക്രീസിങ് ആയിരിക്കണം അല്ലെങ്കിൽ ഡിക്രീസിങ് ആയിരിക്കണം. അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെയാണ് മൊണോട്ടോണിക് ഫംഗ്ഷൻ എന്ന് പറയുക. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇനി എ മൊണോട്ടോണിക് ഫംഗ്ഷൻ assumes its maximum or minimum value at n points of domain of definition of the function. മൊണോട്ടോണിക് ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂസ് ഉണ്ടാവുന്നത് ഡൊമെയിനിൻ്റെ n പോയിന്റ്സിലായിരിക്കും. ഓക്കെ, ഇനി every continuous function on a closed interval has a maximum and a minimum value. ഇതൊക്കെ നമ്മൾ എക്സാമ്പിളിലൂടെ ഇപ്പോൾ കണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതിനെ ഒരു ജനറലൈസ് ചെയ്ത് ഇവിടെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ റിമെമ്പർ ദീസ് പോയിന്റ്സ്. അടുത്ത നമുക്ക് ചില ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം. ഫൈൻഡ് ദ മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഇഫ് എനി ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 10. ഇതിൻ്റെ മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂസ് ഉണ്ടെങ്കിൽ, എപ്പോഴും ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്നുള്ളത് ക്ലിയർ ആണ്, ഉണ്ടെങ്കിൽ അത് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് ചെയ്യാൻ നമുക്കാദ്യം ഇതിൽ എക്സ് വരുന്ന ഈ ഒരു ടേമിനെ ശ്രദ്ധിക്കുക. എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയറിൻ്റെ വാല്യൂ എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്, ബിക്കോസ് അതിന് സ്ക്വയർ ഉണ്ട്. എക്സിന് 1 വന്നാൽ അത് 0 ആവും. സോ ക്ലിയർലി ദിസ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ മൈനസ് ഓഫ് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയറോ, ഇറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, മൈനസ് ഉള്ളത് കൊണ്ട്. ഇനി നമുക്ക് എഫ് ഓഫ് എക്സ്, ഈ രണ്ട് കാര്യങ്ങൾ വെച്ച് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 പ്ലസ് 10 ആയിരിക്കും. ഇതിൻ്റെ വാല്യൂ മൈനസ് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പം മൈനസ് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 10, അതാണ് എഫ് ഓഫ് എക്സ്. ഇറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 പ്ലസ് 10, അതായത് 10ന് താഴെ ആയിരിക്കും എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂസ് വരിക, ഓർ ഇറ്റ് ക്യാൻ ബി ഈക്വൽ ടു 10. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇത്രയാണ്, എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. അതിൻ്റെ അർത്ഥം എന്താണ്? എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 10ഓ അതിൽ കുറവോ ആണ്. സോ വാട്ട് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ്? അത് 10 ആണ്. ദെർഫോർ ദ മാക്സിമം വാല്യൂ ഓഫ് എഫ് ഈസ് 10. ഇനി എപ്പോഴാണ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 10 കിട്ടുക?
എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 10 വന്നാൽ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 വരണം അല്ലേ. സോ the value 10 occurs when x minus 1 equal to 0, that is when x equal to 1. അപ്പോൾ ഈ 1നെ എന്താ പറയാൻ പറ്റുക? 1 is known as the point of maximum value of f. അതായത് എക്സിന് 1 വന്നാലാണ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ അതിൻ്റെ മാക്സിമം വാല്യൂ ആയിട്ടുള്ള 10 അറ്റൈൻ ചെയ്യുക. അതുകൊണ്ട് എക്സ് ഈക്വൽ ടു 1നെ പറയുന്ന പേരാണ് പോയിന്റ് ഓഫ് മാക്സിമം വാല്യൂ. ഓക്കെ, ഇനി ഇതിന് മിനിമം ഉണ്ടോ എന്ന് അറിയണം. ഓക്കെ, അപ്പോൾ നോക്കുക, എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? മൈനസ് ഓഫ് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. ഈ സംഖ്യ വലുതാവുമ്പോൾ അതിന് മൈനസ് കൊടുത്താൽ ആ സംഖ്യ ചെറുതായിക്കൊണ്ടിരിക്കും. അപ്പോൾ എഫ് ഓഫ് എക്സിന് എന്താ സംഭവിക്കുക? എഫ് ഓഫ് എക്സ് ഇത് ചെറുതാവുക ചെയ്യുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ കൂടെ ഒരു +10 ആഡ് ചെയ്തതാണ് അല്ലേ. അതും എന്ത് ചെയ്യും? അതും ചെറുതായിക്കൊണ്ടിരിക്കും. സോ എഫ് ഓഫ് എക്സ് ഗോസ് ടു -ഇൻഫിനിറ്റി. എക്സ് മൈനസ് 1 ഇൻക്രീസ് ചെയ്യുമ്പം മൈനസ് ഓഫ് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ഡിക്രീസ് ചെയ്യും. അപ്പം മൈനസ് ഓഫ് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയറിൻ്റെ കൂടെ ഒരു 10 ആഡ് ചെയ്താൽ അതും ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. എത്ര വരെ ഡിക്രീസ് ചെയ്യും പറയാൻ പറ്റില്ല. സോ ഇറ്റ് ഗോസ് ടു -ഇൻഫിനിറ്റി. Therefore f has no minimum value. മിനിമം വാല്യൂ ഏതാണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള കേസിൽ നമ്മൾ മിനിമം വാല്യൂ ഇല്ല എന്നാണ് പറയുക. അടുത്തത് ഫൈൻഡ് ദ മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഇഫ് എനി ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 9x² + 12x + 2. ഇവിടെ എക്സ് വരുന്ന 2 ടേംസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണോ, ഏതാ വലുത് ഏതാ ചെറുത് ഒന്നും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല എഫ് ഓഫ് എക്സ് ഈ രൂപത്തിൽ കടന്നാൽ. അപ്പോൾ ഇവിടെ ആദ്യത്തെ പണി നമുക്ക് എഫ് ഓഫ് എക്സിനെ ഇതിൽ നിന്ന് മാറ്റിയിട്ട് ഈ മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂ പറയാൻ എളുപ്പമുള്ളൊരു ഫോമിലേക്ക് മാറ്റണം. സോ എഫ് ഓഫ് എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് 3x + 2 ഹോൾ സ്ക്വയർ -2. എക്സ് ഉള്ള ഈ 2 ഭാഗങ്ങളെ കമ്പൈൻ ചെയ്യാണ് അവിടെ ചെയ്തത്. ഓക്കെ, ഇനി ഇതിൽ 3x + 2 ഹോൾ സ്ക്വയറിനെ കൺസിഡർ ചെയ്യുക. ക്ലിയർലി ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. എക്സിന് എന്ത് വാല്യൂ വന്നാലും 3x + 2 ഹോൾ സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ എഫ് ഓഫ് എക്സോ ഇതിൻ്റെ കൂടെ -2 ചേർന്നതാണ് എഫ് ഓഫ് എക്സ് അല്ലേ. അപ്പോൾ അതെന്താ ഉണ്ടാവുക? ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 - 2 ആയിരിക്കും. ഓക്കെ, എഫ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 - 2. ഇതിൻ്റെ 2 സൈഡിലും -2 അറ്റാച്ച് ചെയ്യുക. അപ്പോഴാണ് ഇത് കിട്ടുക. ഇനീക്വാലിറ്റി ആണ്. സോ വി ഗെറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2. എന്താ അതിൻ്റെ അർത്ഥം? എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ -2ഓ അതിൽ കൂടുതലോ ആവാം. സോ വിച്ച് ഈസ് ദ ലോവസ്റ്റ് വാല്യൂ? ദാറ്റ് ഈസ് -2. സോ വി ക്യാൻ സേ ദാറ്റ് ദ മിനിമം വാല്യൂ ഈസ് ഈക്വൽ ടു -2. ഇനി എപ്പോഴാണ് ഈ -2 എന്നുള്ള വാല്യൂ അറ്റൈൻ ചെയ്യുക? ഇത് 0 ആവുമ്പോഴാണ് അല്ലേ. ഇതെപ്പോഴാണ് 0 ആവുക? വെൻ എക്സ് ഈക്വൽ ടു -2/3. അപ്പോൾ ഇവിടെ എക്സ് ഈക്വൽ ടു -2/3 എന്നുള്ളതിനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് മിനിമം വാല്യൂ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് മാക്സിമം വാല്യൂ ഉണ്ടോ എന്ന് അറിയണം. അപ്പോൾ നോക്കുക, 3x + 2 ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? 3x + 2 ഹോൾ സ്ക്വയറിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ 3x + 2 ഹോൾ സ്ക്വയർ -2ൻ്റെ വാല്യൂ എന്താ ഉണ്ടാവുക? ഇറ്റ് ഗോസ് ടു +ഇൻഫിനിറ്റി. ഓക്കെ, സോ ഇറ്റ് ഈസ് ഓൾസോ ഇൻക്രീസിംഗ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഏതുവരെ ഇൻക്രീസ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. സോ വി വിൽ സേ ദാറ്റ് എഫ് ഓഫ് എക്സ് ഗോസ് ടു ഇൻഫിനിറ്റി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എഫ് ഹാസ് നോ മാക്സിമം വാല്യൂ. അടുത്തത് ഫൈൻഡ് ദ മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഇഫ് എനി ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു sin 2x + 5. അതൊരു ശ്രദ്ധിക്കേണ്ട പ്രോബ്ലമാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾ മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂ പറയുക? നമുക്ക് sin 2xൽ നിന്ന് തുടങ്ങാം. നമുക്കറിയാം sin 2xൻ്റെ വാല്യൂ ഏതിനും ഇടയ്ക്കാണ് കിടക്കുക. ദ വാല്യൂ ഓഫ് sin 2x ലൈസ് ബിറ്റ്വീൻ -1 and 1. നമുക്കറിയാം sin xൻ്റെ ഹയസ്റ്റ് വാല്യൂ 1 ആണ്, ലോവസ്റ്റ് വാല്യൂ -1 ആണ്. സോ sin 2x ഈസ് ബിറ്റ്വീൻ -1 and 1. ഇനി നമുക്ക് ഈ എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ മിഡിലിൽ കൊണ്ടുവരണം. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ഈ ഇനീക്വാലിറ്റിയിൽ എല്ലാ ടേമിലും ഒരു 5 ആഡ് ചെയ്താൽ മതി. സോ ദിസ് ഇംപ്ലൈസ് -1 + 5 <=
sin 2x plus 5 less than or equal to 1 plus 5. പ്ലസ് 5 ആഡ് ചെയ്യാണ് ചെയ്തത്. അതിനെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. അതായത് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 4നും 6നും ഇടയ്ക്കാണ്. അപ്പോൾ ആൻസർ ക്ലിയർ ആയി. വിച്ച് ഇസ് ദ ലോവസ്റ്റ് വാല്യൂ? 4 ആൻഡ് ദ ഹയസ്റ്റ് വാല്യൂ ഈസ് 6. മാക്സിമം വാല്യൂ ഈക്വൽ ടു 6 ആൻഡ് മിനിമം വാല്യൂ ഈക്വൽ ടു 4. അത് രണ്ടുമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി പോയിന്റ് ഓഫ് മാക്സിമം വാല്യൂ, പോയിന്റ് ഓഫ് മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അവിടെ ചോദ്യത്തിൽ അത് ചോദിച്ചിട്ടില്ല, ബട്ട് യു ക്യാൻ ഫൈൻഡ് ദ പോയിന്റ് ഓഫ് മാക്സിമം വാല്യൂ ആൻഡ് പോയിന്റ് ഓഫ് മിനിമം വാല്യൂ. അതെന്താണെന്നൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഒന്ന് നല്ല രീതിയിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം.